അതെ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു പാർട്ട് 2 ആയിട്ടാണ് ഇട്ടിട്ടുള്ളത്. നമ്മൾ നേരത്തെ ഈ പാർട്ട് 1 ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മൾ ഷൂട്ടിന് പോകാൻ പോവാണെന്നൊക്കെ പറഞ്ഞിട്ട്. അതുകൊണ്ട് ഇത് പാർട്ട് 2 ആയിട്ടാണ് ഇടുന്നത്. അപ്പോൾ തന്നെ വാവ അമ്മയും കൂടി ഡ്രസ്സസും സാധനങ്ങളൊക്കെ ചെയ്ത് വയ്ക്കുകയാണ്. നല്ല വെയിലുണ്ട് കേട്ടോ ഇവിടെ. ആദ്യം ഭയങ്കര മഴയായിരുന്നു, പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പം മഴയില്ലായിരുന്നു, ഭയങ്കര മഴക്കോളായിരുന്നു. ഞാൻ വിചാരിച്ചു മഴ പെയ്യുന്നു, പക്ഷെ മഴ പെയ്തില്ല. മഴ പെയ്യാതെ തന്നെ മഴ പെയ്തില്ല. മഴ പെയ്യുന്നതിന് പകരം നമുക്ക് വെയിലാണ് ഇട്ടിട്ടത്. ഓക്കെ, നമ്മൾക്ക് ഇനി എന്തായാലും വണ്ടി കയറിക്കാം. ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ ഷൂട്ടിനുള്ള സാധനങ്ങളാണ് ഈ കാറിൽ ഇരിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് ഇനി എന്തായാലും ഞാൻ ഒന്നകത്ത് കയറട്ടെ. അപ്പം ഫ്രണ്ട്സ്, നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കുറച്ചായിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ ലാഡുവയിലേക്ക് പോവാണ്. ലാഡുവയിലേക്കാണ് കേട്ടോ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് ദൂരം ഉണ്ട്, കുറച്ച് ദൂരം ഉള്ളൂ കേട്ടോ. വലിയ ദൂരമൊന്നും ഇല്ല, കുറച്ച് ദൂരമേ ഉള്ളൂ. ഇപ്പം വേണ്ട കുറച്ച് ഇട്ട് വെയിലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. സൂര്യൻ വെള്ളം കുടിക്കാൻ പോയപ്പോഴത്തേക്കിനും നമ്മൾ ഒന്ന് സൂര്യന് ഓറഞ്ച് വാങ്ങിക്കണ്ടായിരുന്നു സൂര്യന് നല്ല വെള്ളം കുടിക്കണമായിരുന്നു, വിശന്നുണ്ടായിരിക്കും. അപ്പം വിശന്നപ്പോൾ സൂര്യൻ പോയപ്പോഴാണ് ഈ മഴയുടെ അങ്ങ് 99% മഴ പെയ്യുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ സൂര്യൻ അപ്പൊ തന്നെ അപ്പൊ സൂര്യൻ വിചാരിച്ചു, നീയൊക്കെ ഞാനില്ലാത്ത സമയം നോക്കി മഴ പെയ്ക്കാൻ നോക്കുവാണെങ്കിൽ എന്നെ സമ്മതിക്കില്ലെന്ന് പറഞ്ഞിട്ടൊരു പൊരി വെയില്. ചിലർക്കൊരു സ്വഭാവമുണ്ട്, വെയില് വന്നാൽ പറയും ഒരിച്ചിരി മഴ പെയ്തായിരുന്നെങ്കിൽ തിന്നായില്ലായിരുന്നു. എന്നിട്ട് തണല് വന്നാൽ പറയും, മഴ വന്നാൽ പറയും, ഓ ഈ വൃത്തികെട്ട മഴ മനുഷ്യന് പീറ്റിപ്പിരിയിടും കേട്ടായി, ഇതെന്ത് കഷ്ടാ. നിങ്ങൾക്ക് ആളെ മനസ്സിലേക്കാണല്ലേ? ആളെ മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ ഒന്ന് താഴെ കമന്റ് ചെയ്യണേ. എന്തിനാടാ ഇങ്ങനെ ഇട്ട് നീട്ടുന്നത്? ഞാൻ നിങ്ങൾക്കൊരു വിറപ്പിയലാണ്, പക്ഷെ വിറപ്പിയല്ലോ വെറുപ്പിക്കലാണ്. നിങ്ങൾ തീർച്ചയായിട്ടും തുറന്നു പറയൂലല്ലോ, സ്നേഹമുള്ളതുകൊണ്ട് കുഴപ്പമില്ല മോളെന്ന് പറയുള്ളൂ. എന്നാലും തുറന്നൊക്കെ പറയണവർക്കുണ്ട്. ഫ്രണ്ട്സ്, ഫൈനലി നമ്മളിപ്പോൾ ലാഡുവയിലെത്തിയിട്ടുണ്ട്. ഇവിടെ ഈ ബൈക്ക് കൊണ്ട് വെക്കുന്നത് കൊണ്ട് നമുക്കാണ് കഷ്ടം. നമ്മൾ ലാഡുവയിലേക്ക് പോവാൻ പോവുകയാണ്. ലാഡുവയെത്തി, നമ്മൾ ലാഡുവിലേക്ക് പോവാൻ പോവുകയാണ്. ഇതിൻ്റെ മുകളിൽ തന്നെ ജുമ്മൊക്കെ ഉണ്ട്. നമ്മളപ്പം എന്തായാലും ലാഡുവയിലൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഷൂട്ടിൻ്റെ ലാഡുവയിലെത്തി. ദിവസം ഓടി കളിച്ച് നടക്കുക. എല്ലാം എടുത്ത് വെച്ചു കേട്ടോ. ആദ്യം ഏത് കോസ്റ്റ്യൂം ഇടും എന്നുള്ളൊരു കൺഫ്യൂഷൻ വന്നു. ആദ്യം ഞങ്ങൾ ഇതാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ 2 കോസ്റ്റ്യൂംസും കൂടെ ഉണ്ട് ചെയ്യാൻ. ആക്സസറീസ് ഒന്നും സെലക്ട് ചെയ്തിട്ടില്ല, കുറേ എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇതിൽ ഏതാ നല്ലതെന്ന് വെച്ചാൽ നോക്കിയിട്ടിടാം. അപ്പോൾ കളിക്കുക. പീച്ചും എല്ലാം മുടി കെട്ടി കൊടുക്കുന്നത് കേട്ടോ. അതിൻ്റെ ഒരു ഗൗരവമാണ് മെമോസിൻ്റെ മുഖത്ത് കാണുന്നത്. അപ്പോൾ അവിടെ പുതിയതായിട്ട് വന്നൊരു സ്റ്റാഫാണ്. അപ്പോൾ ആ കുട്ടിയെ അത്ര പരിചയമില്ല, അതുകൊണ്ടാണ് മുഖം ഇങ്ങനെ വീർത്തിരിക്കുന്നത്. ലാസ്റ്റ് പീച്ച് തന്നെ വന്നിട്ട് അഴിച്ചിട്ട് വന്നേന്ന് മുടിയൊക്കെ കെട്ടി ഇതെല്ലാം അടിപൊളിയാക്കി കൊടുത്തു. പീച്ച് വന്ന് മുടി കെട്ടി കഴിഞ്ഞപ്പോഴാണ് മുഖത്തൊരു തെളിച്ചമൊക്കെ വന്നത്. അപ്പം ജസ്റ്റ് ഹെയർ ഒന്ന് വേറൊന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് ആ കുട്ടിയെ കൊണ്ട് കേളി ചെയ്യിപ്പിച്ചു അടിഭാഗം.
ഐസ് ചെയ്യും. ചേച്ചി കാണില്ലമ്മ. ചേച്ചി കാണാം. ചേച്ചി സെലിബ്രിറ്റി ആയിക്കൊണ്ടിരിക്കും. മിമോസ് റെഡിയായി. ഇവിടെ നോക്കടാ, എന്താ ജാട? എനിക്ക് ജാടൊന്നുമില്ല. എന്താ വായിക്കണ്ട? വായിക്കല്ലമ്മ, കളേഴ്സ് നോക്ക്. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാവോ? മിമോസ് എഴുന്നേറ്റ് നോക്കി ലൈറ്റായിട്ടൊന്ന് ചമ്മി. അവിടെ ആളിരിപ്പുണ്ടായിരുന്നു. ഫ്രണ്ട്സ്, ഇതാണ് കേട്ടോ നമ്മുടെ ഫസ്റ്റ് ലുക്ക്. ഇനി സെക്കൻഡ് ലുക്ക് പാവട എടുപ്പാണ്. നമ്മൾ ഇവിടെ നിന്നിട്ട് നേരെ ബീച്ച് വർക്കിലാണ് പോകുന്നത്. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അതിൻ്റെ ഇടയിൽ ഞാൻ കളിച്ചേക്കാം, അമ്മ നിങ്ങളെ കാണിച്ചു തരും. ഓക്കെ, അപ്പോൾ നമുക്കിനി കളിച്ചതൊക്കെ കാണാം. അത് കഴിഞ്ഞിട്ട് ഇതേ അവിടെ ഒരു പ്രതിമ വെച്ചിട്ടൊരു ഹെയർ വിഗ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പോയി നിന്നിട്ട് ഹെയർ സ്പ്രേ ഒക്കെ അടിച്ചിട്ട്, വാട്ടർ സ്പ്രേ ആട്ടോ അത് അടിച്ചിട്ട് അതിൻ്റെ ഹെയറൊക്കെ സെറ്റ് ചെയ്യുക. ലാസ്റ്റ് അത് ഹെയർ ഫുള്ള് നനച്ച് കുതിർത്ത് വെച്ചേക്കുമായിരുന്നു. എന്തൊക്കെയോ റോൾ ചെയ്ത് ശ്രമിക്കുന്നുണ്ട് മുടി കെട്ടാൻ, പക്ഷെ ഒന്നും നടന്നില്ല. നമ്മളങ്ങനെ ബീച്ച് ഓർക്കിഡിലെത്തി. ഫസ്റ്റ് കോസ്റ്റ്യൂമിൻ്റെ പെട്ടെന്ന് തന്നെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. കാരണം ഇതിൽ നമുക്ക് ആ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൻ്റെ അത് മാത്രമേ ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. അത് നമ്മൾ താഴെ ലിവിങ് ഏരിയയിൽ തന്നെ അതെടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നീടാണ് കോസ്റ്റ്യൂംസൊക്കെ മാറ്റിയത്. അപ്പോൾ ഇതിൽ ജസ്റ്റ് വെളിയിൽ നിന്നൊക്കെ എടുത്തു. ജെയ്സൺ ആയിരുന്നു കേട്ടോ ഫോട്ടോസ് എടുക്കാനായിട്ട് വന്നത്. മിമോസ് തന്നെ കുറേ പോസസൊക്കെ ഇട്ട് ആ ഒരു കോസ്റ്റ്യൂമിൽ ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ലൈറ്റ് പോകുന്നതിന് മുമ്പ് കുറച്ച് ഫോട്ടോസ് പുറത്തു നിന്ന് എടുത്തു കേട്ടോ. മിമോസ് തന്നെ കുറേ പോസസ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ജെയ്സൺ കുറേ പോസസൊക്കെ പറഞ്ഞു കൊടുത്ത് എങ്ങനെ നിൽക്കണം എന്നൊക്കെ. അങ്ങനെ രണ്ടാളും മാത്രം കൂടെ നിന്നിട്ട് ഞാനവിടെ മാറി നിൽക്കുമായിരുന്നു. അവർ രണ്ടാളും കൂടെയാണ് ഓരോന്ന് പ്ലാൻ ചെയ്തത്. ശരിക്കും ഇതിൻ്റെ ഷൂട്ടായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തത്. ശരിക്കും ഇത് ഡൽഹിയിലായിരുന്നു ഇതിൻ്റെ ഷൂട്ട്. നമ്മളിപ്പോൾ യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ലാത്തത് കൊണ്ടാണ് നമ്മൾ അതിൻ്റെ കോൺവെക്കേഷന് പോകാതിരുന്നത്. അവരൊരുപാട് വിളിച്ചിരുന്നു ചെല്ലാനായിട്ട്, പക്ഷെ നമുക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഫ്രണ്ട്സ്, ഇപ്പം നമ്മൾ ബീച്ച് ഓർക്കിഡിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ബീച്ച് ഓർക്കിഡിലെത്തി ഫസ്റ്റ് കോസ്റ്റ്യൂമിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞു. നമ്മൾ സെക്കൻഡ് കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യാൻ പോകണം. അപ്പോൾ നമുക്ക് സെക്കൻഡ് കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതായിരുന്നു മിമോസ് നിങ്ങളോടൊക്കെ കുറേ ദിവസമായിട്ട് പറയണം എന്ന് പറഞ്ഞ് മാറ്റി വെച്ചിരുന്നൊരു സർപ്രൈസ്. പാവം അവൾ കുറേ ദിവസമായിട്ട് ഇതിങ്ങനെ എല്ലാവരോടും പറയാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പം ഞാനാണ് പറഞ്ഞത് നമുക്ക് ഷൂട്ടിൻ്റെ അന്ന് പറയാം. പിന്നെ സ്കൂളിലൊക്കെ അതിൻ്റെ ഫോട്ടോഷൂട്ട്സും കാര്യങ്ങളൊക്കെ സ്കൂളിൽ കഴിഞ്ഞിരുന്നു. അത് ആനുവൽ ഡേക്ക് വേണ്ടിയിട്ട് അവർ ഇങ്ങനെ വെച്ചേക്കുവാണ്. അല്ലാതെ നമ്മളായിട്ട് നമുക്ക് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഷൂട്ട് നമ്മൾ നടത്തിയതാണിത്. അപ്പം ഹാപ്പിയാണോ? ഫ്രണ്ട്സ്, നല്ല അടിപൊളി റൂമാണ് കേട്ടോ. നമ്മളിപ്പോൾ നമ്മൾ ബീച്ച് ഓർക്കിഡിലാണുള്ളത്. അടിപൊളി റൂംസ് ഒക്കെയാണ്. നമ്മൾക്ക് ഡ്രസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്തിട്ടാണ്. ദെൻ ഐ ഷോ യു. അടുത്ത കോസ്റ്റ്യൂം ഇട്ട് വീണ്ടും രണ്ടാളും കൂടെ പുറത്തേക്ക് പോകാൻ ലൈറ്റൊക്കെ പോകുന്നുണ്ടായിരുന്നു. ലേറ്റായിട്ടാണ് ഷൂട്ടിന് പോയത്. സെക്യൂരിറ്റി ചേട്ടന്മാർ ഇത് നേരത്തെ നമ്മൾ ഓൾറെഡി ഇവിടെ ഒരു ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു വിഷുവിൻ്റെ ടൈമിൽ. അപ്പോൾ അന്ന് പരിചയപ്പെട്ട ഒരു ചേട്ടനാണിത്. അപ്പോൾ അവർ വീണ്ടും എന്തൊക്കെയോ മിമോസിനോട് ചോദിക്കുമായിരുന്നു. പിന്നെ ഒരു കുട്ടി വന്നിട്ട് അറിയാന്നൊക്കെ പറഞ്ഞു. അപ്പം അവരുടെ പാരൻസ് ആണ് ഇവിടെ നിൽക്കുന്നത്. ഒരു കോഴഞ്ചേരിയിലുള്ളത് ബീച്ചിൽ വന്നത്. ഫോട്ടോ എടുത്തു മിമോസ്. അത് കഴിഞ്ഞ് ഇങ്ങനെ പോസിങ്ങിന് തയ്യാറായി നിൽക്കുമായിരുന്നു. അത് കഴിഞ്ഞ് മിമോസ് ഇത് അവിടെയൊക്കെ വെള്ളം കിടക്കുന്നെന്ന് പറഞ്ഞിട്ട് സ്കേർട്ടൊക്കെ പൊക്കി പിടിച്ചിട്ട് ഇങ്ങനെ നടക്കുക. ജെയ്സനായിട്ട് എന്തൊക്കെയോ പറയുക. അത് നമ്മൾ ജസ്റ്റ് ഷൂട്ട് കഴിയുമ്പോൾ തന്നെ മാറ്റിയില്ല. ഇവിടെ നിന്ന് 2-3 ഷോട്ട്സ് എടുത്തിട്ട് അപ്പം തന്നെ അകത്ത് കയറി. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ അതിവിജയകരമായി ലാസ്റ്റത്തെ കോസ്റ്റ്യൂം ഇട്ടിരിക്കുകയാണ്.
ചെയ്തില്ലല്ലോ. ഇവരിവിടെ നമ്മൾക്ക് ഡ്രോ ചെയ്യണമെങ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു നോട്ട് പാഡ് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇവിടുത്തെ റൂംസൊക്കെ. ഇവിടെ ഒരു നോട്ട് പാഡ് ഉണ്ട്, അവർ തന്നിട്ടുണ്ട്. ഈ നോട്ട് പാഡും പിന്നെ ഒരു പെൻസിൽ പിന്നെ കൂടി വേണം. ഇത് നമ്മൾ കള്ളൊന്നും പറയണില്ല കേട്ടോ. ഇത് ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് വീഡിയോയിൽ കാണിക്കാം എന്ന് വിചാരിച്ചാണ്. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനത്തെ ഒരു ഇതാണ് വരുന്നത്. അമ്മ ഫ്രണ്ട്സ് ഈ കമ്മൽ ഊരാണ് കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെയാണ് ഇത് വരുന്നത്. ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ്. പക്ഷേ പേജ് കുറേ ഉണ്ട് കേട്ടോ. നമുക്ക് ഡ്രോ ഒക്കെ ചെയ്യണമെങ്കിൽ ഡ്രോ ചെയ്യാം. അങ്ങനെ ഇത് ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു, ആയിരിക്കും കേട്ടോ. ഈ നോട്ട് പാഡ് അല്ലാതെ തന്നെ ഉണ്ടെന്ന്. ഈ ചെറിയൊരു നോട്ട് പാഡാണ്. അപ്പോൾ എനിക്കിനി എന്തായാലും ഈ ആക്സസറീസൊക്കെ മാറ്റാനുണ്ട് കേട്ടോ. നമ്മൾ ഇന്ന് ലെൻസും ഐലാഷസും ഒന്നും തന്നെ വെച്ചിട്ടുണ്ടായിരുന്നില്ല, ഇല്ലേ അമ്മ? നമ്മൾ ഇതിൻ്റെ കമ്മലൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു സേഫ്റ്റി ഫ്രണ്ട്സ് നമുക്കിനി എന്തായാലും കാണാമേ. കട്ടില്ലാതിരിക്കുന്ന ഫോട്ടോ ഫൈനൽ കോസ്റ്റ്യൂമിൽ നമ്മളവിടെ റൂമിൽ തന്നെ കുറേ ഷൂട്ട്സ് ചെയ്തു. കാരണം താഴെ ലൈറ്റ്സൊക്കെ പോയായിരുന്നു. അപ്പോഴേക്കും 7 മണി 7:30 എന്തോ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുമല്ല അവർ രണ്ടാളും ടയേർഡായി. ജെയ്സൺ കുഴപ്പമില്ലായിരുന്നു, മിമോസ് ഭയങ്കര ഇതായി. പിന്നെ ലാസ്റ്റ് ദേണ്ട ഫോട്ടോയൊക്കെ ഇടാൻ തുടങ്ങി. ജെയ്സൺ അപ്പം എന്നെ നോക്കും. ജെയ്സൺ കുറേ അത് ഫോട്ടോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. മിമോസ് ഫോട്ടോ ഇടുന്നത് ജെയ്സൺ എന്തൊക്കെയോ പറയുക മിമോസിനോട്. ഫോട്ടോ ഇടുന്ന ഫോട്ടോസ് എടുത്ത് വയ്ക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എങ്ങനെയും തീർത്തിട്ട് പോയാൽ മതി എന്നായി. അങ്ങനെ മിമോസ് നല്ല വിശപ്പൊക്കെ ആയി. പിന്നെ വീട്ടിൽ പോകണം, മതി ഷൂട്ട്, കാരണം ഫുഡ് വേണമെന്ന് പറഞ്ഞ് നിൽക്കുക. പുറത്തുനിന്ന് കഴിച്ചിട്ട് അപ്പോൾ കുറേ നാളായി പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പാക്കപ്പായി. ഒരു 7:30 ഒക്കെ ആയപ്പോൾ പാക്കപ്പായി. 7:30 8 o'clock ആയി പാക്കപ്പായപ്പോൾ. അത് കഴിഞ്ഞിട്ട് ജെയ്സൺ എല്ലാം ക്യാമറ എല്ലാം സെറ്റ് ചെയ്ത്. പീച്ചു വന്നില്ല ഷൂട്ടിന്. പീച്ചു ബ്രൈഡ് ഉള്ളത് കൊണ്ട് പീച്ചുവിന് വരാൻ പറ്റിയില്ല, അല്ലെങ്കിൽ പീച്ചു ഞങ്ങളുടെ കൂടെ വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ 3 അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾ റെസ്റ്റോറൻറ്റിലേക്കാണ് വന്നത്. ഒരു 2 കൂടെ കുറേ സമയം എടുത്തിട്ട് എന്തൊക്കെയോ സെലക്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഫുഡ്. പക്ഷെ ഒന്നും നടന്നില്ല. ലാസ്റ്റ് ഞാൻ തന്നെ സെലക്ട് ചെയ്യേണ്ടി വന്നു ഫുഡ്. മിമോസ് നേരത്തെ തന്നെ ഫ്രൈഡ് റൈസ് വേണം എന്നൊരു സംഭവം പറഞ്ഞായിരുന്നു. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫ്രൈഡ് റൈസ്. അപ്പോൾ കുറേ നാളായി വാങ്ങിച്ചു കൊടുത്തിട്ട്. എന്നിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് മിമോസ് ലാസ്റ്റ് ഒരു ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തു. ഐസ്ക്രീമൊക്കെ കഴിച്ച് ഞങ്ങളവിടെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി. വീട്ടിലെത്തിയപ്പോൾ ഏകദേശം ഒരു 9 മണി 9:30. ഇവിടെ കേക്ക്സ് ആൻഡ് കേക്ക്സ് ആണ്. കൊല്ലത്ത് കേക്ക്സ് ആൻഡ് കേക്ക്സിലാണ് കഴിക്കാൻ കയറിയത്. അവിടെ ഇങ്ങനെ കുറേ ക്രിസ്മസ് ആയതുകൊണ്ട് ക്രിസ്മസ് പപ്പ, ക്രിസ്മസ് ട്രീ, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മിമോസ് പിന്നെ എന്നെ അതൊക്കെ വിളിച്ച് കാണിച്ച് അതൊക്കെ വീഡിയോ എടുപ്പിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ കുറേ ഗിഫ്റ്റ് ഹാമ്പേഴ്സൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ക്രിസ്മസ് ഫ്രണ്ട് വരുവാണെങ്കിൽ ഗിഫ്റ്റ് ഹാമ്പർ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴേ എന്നെ ഇവിടെ നിന്ന് കാണിച്ചൊക്കെ തന്നു. നല്ല രസമുണ്ട്. ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്രണ്ട്സ്, ഞാൻ വീട്ടിൽ വന്ന് കുളിച്ചു. പക്ഷേ വീട്ടിൽ വന്നാൽ മാത്രമേ ഓർമ്മയുള്ളൂ. ഞാൻ അപ്പം തന്നെ കയറി കുളിച്ചു. നല്ലൊരു ആശ്വാസമൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, ഇന്ന് നമുക്ക് എന്തായാലും അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നിടത്തേക്കിനും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ ബൈ.